എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാസയുടെ ചാന്ദ്ര ദൗത്യമായ ആർടെമിസ് 2 കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിതൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. എന്താണ് ആർടെമിസ് 2? അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ അഥവാ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ്റെ ചന്ദ്രനിലേക്കുള്ള മനുഷ്യ ദൗത്യമാണ് ആർടെമിസ് 2. 54 വർഷത്തിന് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ആദ്യമായാണ് മനുഷ്യർ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് എത്തുന്നത്. 2026 ഏപ്രിൽ 1 അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിലെ ലോഞ്ച് കോംപ്ലക്സിൽ നിന്നായിരുന്നു ആർടെമിസ് 2 വിക്ഷേപണം. വിക്ഷേപണത്തിൻ്റെ ഇന്ത്യൻ സമയം ഏപ്രിൽ 2 പുലർച്ചെ 4 ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റുകളിലൊന്നായ SLS അഥവാ സ്പേസ് ലോഞ്ച് സിസ്റ്റം ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഓറിയോൺ ക്രൂ മൊഡ്യൂളാണ് വിക്ഷേപണ വാഹനം. ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ആർടെമിസ് 2 10 ദിവസത്തെ പര്യവേഷണത്തിന് ശേഷം 2026 ഏപ്രിൽ 10 സഞ്ചാരികളെയും വഹിച്ചുകൊണ്ടുള്ള ഓറിയോൺ പേടകം പസഫിക് സമുദ്രത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ഇനി ആർടെമിസ് 2 ക്രൂവിനെ പരിചയപ്പെടാം. 4 ബഹിരാകാശ സഞ്ചാരികളാണ് ആർടെമിസ് 2 ഉണ്ടായിരുന്നത്. മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റ് ക്രിസ്റ്റീന കോക്ക്, മിഷൻ സ്പെഷ്യലിസ്റ്റ് കനേഡിയൻ ബഹിരാകാശ ഏജൻസിയുടെ ജെറമി ഹാൻസൺ എന്നിവരാണ് ആർടെമിസ് 2 ക്രൂ. ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരനാണ് മിഷൻ പൈലറ്റ് വിക്ടർ ഗ്ലോവർ. ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യ വനിതയാണ് മിഷൻ സ്പെഷ്യലിസ്റ്റ് ക്രിസ്റ്റീന കോക്ക്. കനേഡിയനായ മിഷൻ സ്പെഷ്യലിസ്റ്റ് ജെറമി ഹാൻസൺ ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യത്തെ അമേരിക്കക്കാരനല്ലാത്ത വ്യക്തിയാണ്. എന്നാൽ നാസയുടെ ഓറിയോൺ ക്യാപ്സ്യൂളിനുള്ളിൽ 4 പേർക്ക് പുറമെ 5ാമതൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഇത് ഒരു മനുഷ്യനല്ല, മറിച്ച് റൈസ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ചിരിക്കുന്ന ചെറിയ വെളുത്ത പാവയാണ്. ഇതിനുള്ളിലെ മെമ്മറി കാർഡിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ലോകമെമ്പാടുമുള്ള 56 ലക്ഷം ആളുകളുടെ പേരുകളും ആലേഖനം ചെയ്തിട്ടുണ്ട്. കാലിഫോർണിയയിൽ നിന്നുള്ള ലൂക്കാസ് എന്ന 8 വയസ്സുകാരൻ്റെ ഭാവനയിൽ വിരിഞ്ഞതാണ് പാവയുടെ രൂപം. ആർടെമിസ് 2 ദൗത്യത്തിൻ്റെ നേട്ടങ്ങളും റെക്കോർഡുകളും നോക്കാം. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യർ എന്ന നേട്ടം ആർടെമിസ് 2 സംഘം ഈ ദൗത്യത്തിലൂടെ സ്വന്തമാക്കി. 1970 അപ്പോളോ 13 ദൗത്യം സ്ഥാപിച്ച റെക്കോർഡാണ് ആർടെമിസ് 2 ക്രൂ മറികടന്നത്. ഡീപ്പ് സ്പേസിൽ അഥവാ ഭൂമിയുടെ ഭ്രമണപഥത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിച്ചതിൻ്റെ റെക്കോർഡ് ആർടെമിസ് 2 ക്രൂവിന് സ്വന്തമാണ്. അപ്പോളോ ദൗത്യങ്ങളിൽ പരമാവധി 3 പേർ മാത്രമാണ് ഒരേ സമയം ഉണ്ടായിരുന്നത്. ആ റെക്കോർഡാണ് ആർടെമിസ് 2 തിരുത്തിയത്. ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയാത്ത ചന്ദ്രൻ്റെ മറുവശം നേരിൽ കാണാൻ സാധിച്ചത് ഈ ദൗത്യത്തിൻ്റെ നേട്ടമാണ്. ചന്ദ്രൻ്റെ മറുവശത്തു കൂടി സഞ്ചരിക്കുമ്പോൾ ഏകദേശം 40 മിനിറ്റോളം ആർടെമിസ് 2 ക്രൂവിന് ഭൂമിയുമായി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ഏറ്റവും ദൈർഘ്യമേറിയ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ചന്ദ്രൻ്റെ മറുവശം അഥവാ ഫാർ സൈഡിലുള്ള പ്രധാന ചാന്ദ്ര ഗർത്തങ്ങളാണ് ഓറിയൻ്റൽ ബേസിനും ഹേർട്സ്പ്രങ് ബേസിൻ എന്നിവ. ആർടെമിസ് 2 സ്പ്ലാഷ് ഡൗണിനെ കുറിച്ച് നോക്കാം. ഏപ്രിൽ 10 പസഫിക് സമുദ്രത്തിൽ സാൻഡിയേഗോ തീരത്തിനടുത്താണ് ആർടെമിസ് 2 ക്രൂ തിരിച്ചിറങ്ങിയ പേടകത്തിൻ്റെ പേരാണ് ഓറിയോൺ അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി എന്നത്. ഓറിയോൺ എന്നത് ആർടെമിസ് ദൗത്യങ്ങളിലെ പേടകങ്ങളുടെ പൊതുവായ പേരാണ്. എന്നാൽ ആർടെമിസ് 2 ദൗത്യത്തിന് ഉപയോഗിച്ച ഓറിയോൺ ക്ലാസ് പേടകമാണ് ഇൻറ്റഗ്രിറ്റി എന്നത്. ഇൻറ്റഗ്രിറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് ആർടെമിസ് 2 ക്രൂ തന്നെയാണ്. ഇനി ആർടെമിസ് സ്പേസ് പ്രോഗ്രാമുകളെ കുറിച്ച് നോക്കാം. നാസയുടെ ആദ്യ ആർടെമിസ് ദൗത്യം 2022 നവംബർ 16 വിക്ഷേപിച്ചത്. മുൻപ് ഇത് എക്സ്പ്ലോറേഷൻ മിഷൻ 1 എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് ആർടെമിസ് 1 എന്ന പേര് വന്നത്. ഈ ദൗത്യത്തിൽ മനുഷ്യർ ഉണ്ടായിരുന്നില്ല. മനുഷ്യരൂപമുള്ള 3 പാവകളായിരുന്നു ആർടെമിസ് 1 ക്രൂ മെമ്പേഴ്സ്. ക്യാപ്റ്റൻ മൂനിക്കിൻ ക്യാമ്പോസ്, ഹെൽഗ, സൊഹാർ എന്നിവ കൂടാതെ സ്നൂപ്പി എന്ന കളിപ്പാവ കൂടി ഉണ്ടായിരുന്നു ഇതിൽ. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള അടുത്ത പടിയാണ് 2027 ആർടെമിസ് 3 ദൗത്യം. ഇത് ഒരു ലിയോ അഥവാ ലോ എർത്ത് ഓർബിറ്റ് ഡോക്കിംഗ് പരീക്ഷണമായിരിക്കും. മനുഷ്യരെ വീണ്ടും ചന്ദ്രനിൽ ഇറക്കുക എന്ന ലക്ഷ്യം 2028 ആർടെമിസ് 4 ദൗത്യം നേടും എന്ന് നാസ കരുതുന്നു. നാസയുടെ ആർടെമിസ് 2 ദൗത്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.